ഇതെല്ലാം ഈ ട്രംപിൻ്റെ വാചകങ്ങളുടെ ഫലമാണ്. വാസ്തവത്തിൽ ഇങ്ങേർക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല. ഇങ്ങേർക്കറിയാൻ 4 വർഷത്തെ ആയുസേ എനിക്കുള്ളൂ, അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോകേണ്ടി വരും, ഒരു മനുഷ്യനെ എനിക്ക് വോട്ട് ചെയ്യാനുണ്ടാവില്ല, ആവുന്നത്ര കാശുണ്ടാക്കുക, ലോകത്ത് മുഴുവൻ ട്രംപ് ടവർ ഉണ്ടാക്കുക, അതാണ് പുള്ളി ഗാസ വികസിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ കാര്യം. എന്താ ഗാസ ട്രംപ് ടവേഴ്സ്, പുള്ളി ഒരു ബിൽഡറാണല്ലേ ബേസിക്കലി. ഇപ്പം ഗാസ റീബിൽഡ് ചെയ്യാനുള്ള കോൺട്രാക്റ്റ് മുഴുവൻ സ്വന്തം കമ്പനികൾക്ക് കൊടുത്തിട്ട് കാശുണ്ടാക്കും. അങ്ങനെ ഗാസയും വികസിച്ചു, ട്രംപും വികസിച്ചു. പാകിസ്ഥാനുമായിട്ട് എന്ത് കറൻസി, അത് പുതിയ ക്രിപ്റ്റോ കറൻസി, ആ കച്ചവടം, അത് മകൻ്റെ പേരിലോ മരുമകൻ്റെ പേരിലോ മറ്റോ. ഇങ്ങനെ പുള്ളി സ്വന്തം ആവശ്യത്തിന് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഏറ്റവും വലിയ നാണക്കേട്, ഖത്തറിൽ നിന്നിങ്ങനെ ഒരു ബോയിങ് വിമാനം മേടിച്ചു. ഖത്തർ കൊടുത്ത സമ്മാനം. ആ ബോയിങ് വിമാനം പ്രസിഡൻഷിപ്പ് കഴിയുമ്പോൾ ആ വിമാനം അമേരിക്കയുടെ ആയിരിക്കും എന്നാരോ പറഞ്ഞു. പുള്ളി അതിന് തട്ടിക്കയറി പത്രസമ്മേളനത്തിൽ. പുള്ളി പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, അത് എനിക്ക് തന്ന പ്രൈവറ്റ് സമ്മാനമാണ്, ഞാനൊരു പ്രസിഡൻ്റ് അല്ലാതെ കഴിഞ്ഞാൽ ഞാനത് വീട്ടിൽ കൊണ്ടുപോകും, എനിക്ക് സ്വന്തം വിമാനത്താവളമുണ്ട്, അവിടെ കൊണ്ടുപോയി ഇടും ഈ സാധനം എന്ന് പറഞ്ഞ് പരസ്യമായിട്ട് പത്രസമ്മേളനത്തിൽ പൊട്ടിത്തെറിച്ചു ട്രംപ്. വാസ്തവത്തിൽ ഞാൻ വരെ വിചാരിച്ചുകൊണ്ട് ഖത്തറിൻ്റെ എന്നിട്ട് സമ്മാനം മേടിക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റിന് കുറച്ചിലാണ്. എന്നിട്ട് അത് പുള്ളി എയർഫോഴ്സ് വണ്ണായിട്ട് ഉപയോഗിക്കുന്നു. ആരെങ്കിലും ചെയ്യുമോ? ബട്ട് അങ്ങനെ അത് ചെയ്തു. അപ്പോഴും ഞാൻ വിചാരിച്ച് ഏത് മനുഷ്യനും റിട്ടയർ ആയി കഴിയുമ്പോൾ കിട്ടിയ വിമാനം നാട്ടുകാരുടെ വിമാനമാണല്ലോ, അത് കൊടുക്കുമല്ലോ. അല്ല, എൻ്റേതാണെന്നോ, ഞാൻ കൊണ്ടുപോകും. ഇങ്ങനെയൊരു മനുഷ്യനെ എങ്ങനെ വിശ്വസിക്കും?